ഹലോ. അപ്പോഴേ നമ്മളുടെ അടുത്ത് മിക്ക ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഊണിൻ്റെ സൈഡായിട്ട് കൊടുക്കണ പുളിശ്ശേരി റെസിപ്പി ഇടുമെന്നൊക്കെ. അത് വലിയ കാര്യമൊന്നുമില്ലടോ. കാരണം എന്ന് വെച്ചാൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ എല്ലാവരും ചോദിച്ചല്ലേന്ന് വെച്ചിട്ട് ഇതേ നമ്മൾ കാണിക്കണേണ്ടാ. നല്ല കുറുകനെയുള്ള പുളിശ്ശേരി ഉണ്ടാവും. നമ്മുടെ കടയിൽ എല്ലാ ദിവസവും പുളിശ്ശേരി ഉണ്ടാകാറില്ല. കാരണം ഒരു ദിവസം രസമാണെങ്കിൽ ഒരു ദിവസം പുളിശ്ശേരി, ഒരു ദിവസം പച്ചമോര്, അങ്ങനെയാണ് കേട്ടോ കൊടുക്കണത്. അപ്പം നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ അല്ലേ. അപ്പോഴേ ഞാനില്ലേ പുളിശ്ശേരിക്ക് പ്രത്യേക കഷ്ണങ്ങളൊന്നും മേടിക്കാറില്ല കേട്ടോ. കാരണം സാമ്പാറിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കണത് കേട്ടോ. ഇതാ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മേടിക്കുമ്പോൾ തന്നെ ഞാൻ പറയേ ഇക്ക ഒരു വെള്ളരിക്ക കൂടുതൽ ഇട്ടോളാൻ പറയൂ കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കണത്. പിന്നെ ദേ പഴം മേടിച്ചിട്ട് പഴുത്തില്ല. എന്നാൽ പിന്നെ ആ പഴം എന്ത് ചെയ്യുന്നറിയാമോ, രണ്ടെണ്ണം അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ദേ അതും പുളിശ്ശേരിയിലോട്ട് ഇടാന്ന് ഓർത്ത്. മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കട്ടെ, ചേച്ചി ഇതെന്താണ് പുളിശ്ശേരിയിൽ വെള്ളരിക്ക ഉണ്ടല്ലോ പച്ചക്കായ ഉണ്ടല്ലോ എന്ന് പറയും. ഇത് പച്ചക്കായ എന്നല്ലടോ, ഇതില്ലേ ചെനച്ച പഴമാണ്. ഈ ചെനച്ച പഴം പുളിശ്ശേരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ ടേസ്റ്റ് ഇറങ്ങുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ട്രിക്കാണ്. അപ്പം അതേ ഞാൻ അരിഞ്ഞതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കണ്ടേ. ചില ആൾക്കാർ കഷ്ണങ്ങളില്ലാതെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാട്ടാ. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഓരോ വെറൈറ്റികളല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വേകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അനിയത്തി തേങ്ങ അങ്ങോട്ട് ചിരകി വെക്കണ കാരണം എനിക്ക് എളുപ്പമാണ്. തേങ്ങ ചിരകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മിക്സിക്കകത്തേക്ക് കുറച്ച് വാരിയിട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതിനായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു അരമുറിയും പിന്നെ കുറച്ചും കൂടി തേങ്ങ കണക്കിട്ടാ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ലേശം മഞ്ഞപ്പൊടി പിന്നെ ചെറുജീരകം ഇട്ട് കൊടുത്തേക്കണത്. 2 കുപ്പി തൈര് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ലേശം പാലുണ്ടായിരുന്നു, അത് ഞാൻ ഉറവിച്ച് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി കുളം ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് എല്ലാം കൂടി ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ കഷ്ണങ്ങൾ വെന്താന്ന് നോക്കുമ്പോഴേ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തേങ്ങയിലെ വെള്ളമൊന്നും ഒഴിച്ചരക്കാറില്ല, തൈര് ഒഴിച്ചിട്ട് തന്നെയുണ്ട് പുളിശ്ശേരിക്കൊക്കെ അരച്ചെടുക്കണത്. അപ്പം അതേ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു ഉപ്പി തൈര് ഉണ്ടായിരുന്നില്ല, അതും ഇവിടെ കുറച്ചുണ്ടായിരുന്നില്ലേ, അതും കൂടി അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും ഒട്ടും വെള്ളം ഒഴിക്കാതെ എണ്ണ ഇതിലേക്ക് അരച്ച് ചേർത്തേക്കണത്. അപ്പം ഞാനിതൊന്ന് ഇളക്കി കൂട്ടി നോക്കിയപ്പോൾ നല്ല കുറുകലുണ്ട്. എന്നാൽ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ അങ്ങനെ മിക്സർ ജാറും അങ്ങോട്ട് കഴുകി ഒഴിച്ച് പിന്നെ എന്തെന്ന് പറയുമോ കുപ്പി കഴുകിയിട്ടും ആ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. ഞാൻ വിചാരിച്ച ഇത്രയും മതി, അധികം അതിൽ ശരിയാവില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ നമുക്ക് സാമ്പാർ മീൻചാറൊക്കെ ഉണ്ടല്ലോ, പുളിശ്ശേരി ചോദിക്കണ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും കുറവായിരുന്നു. പിന്നെ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ ബാലൻസ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിശ്ശേരിക്ക്. അപ്പോൾ അതേ ഞാനിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി കൂട്ടി നോക്കുന്നുണ്ട്. പിന്നെ പുളിശ്ശേരിക്കില്ലേ തിളക്കാൻ പാടില്ല കേട്ടോ. ഒരു പത പോലെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയത്ത് ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പുളിശ്ശേരിയിൽ പത പോലെ വന്നിട്ടുണ്ട്. മതി, ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് വറുത്തിടാം. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടുകാണ്. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്ക് കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുളക് പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ഈ ഒരു താളിപ്പ് അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ഒരു കടക്കാരും പറയാത്ത സത്യം ഉണ്ടോ, വേറെ ഒന്നുമല്ല. എല്ലാവരും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി വെക്കുകയുള്ളൂ. കടയിലായാലും വീട്ടിലായാലും അങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ മീൻകറി ഞങ്ങൾ തലേ ദിവസം ഉണ്ടാക്കി വെക്കണം. എല്ലാ കടക്കാരും അത് തുറന്ന് പറയണമെന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ പുളിശ്ശേരിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ആ ചോറിൽ വെച്ച് കഴിക്കുമ്പോൾ. അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ മറക്കാതെ കൂട്ടുകാരെ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല വീഡിയോസായിട്ട് നമ്മളുടെ കടയിലെ റെസിപ്പി ആയിട്ട് ഓടി വരാട്ടെ ഞാൻ നാളെ. അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഉണ്ടിട്ട്. താങ്ക് യു.